രാജ്യവും ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച ശ്രീബുദ്ധൻ ഏറെ നാളുകൾക്കു ശേഷം തന്റെ ധർമ്മപത്നിയായ യശോധരയെ വീണ്ടും കണ്ടുമുട്ടുന്ന രംഗം. ഭാരതീയ ആധ്യാത്മിക പൈതൃകത്തിന്റെ 3 രത്നങ്ങൾ തന്റെ അച്ഛനായ ശ്രീബുദ്ധനിൽ നിന്നും ഏറ്റുവാങ്ങുവാനായി യശോധര തന്റെ മകനോട് ആവശ്യപ്പെടുന്നു. മാനിനിയായ യശോധര തൻ രാജധാനിയിൽ ശ്ലക്ഷ്ണശിലാമയ ഭിത്തിമേൽ ചാരി നിൽക്കുന്നു. പരിധൂസരമായ സാരി തൻ തുമ്പിൽ തുരുപ്പിടിച്ചേകയായി ചിന്തിയ കാർമുകിൽ പൂണ്ടു വർഷത്തിലെ ക്ലാന്തി കലർന്ന സായന്തന സന്ധ്യ പോൽ 8 വസന്ത സൗഭാഗ്യങ്ങൾ താൻ വിട്ട ചുട്ട നെടുവീർപ്പിനാലെ കരിഞ്ഞുപോയി. ഏറെ നാളേവം കഴിഞ്ഞിട്ടു തൻ മുന്നിൽ 6-7 ശിഷ്യരൊത്തെത്തി പ്രിയതമൻ. ഒറ്റയ്ക്കടുത്തൊന്നു വന്നാൽ മിഴിനീരുവറ്റിയ തൻ കൺകൾ ഒന്നു കണ്ടാൽ മതി. താനായിരുന്നു സർവസ്വമവിടേക്ക് താനാരുമല്ലാത്ത മട്ടിൽ നിന്നു വരൻ. ഗർവം തകർന്നു കണ്ണീരൊലിച്ചും കൊണ്ടു ദുർവഹ ജീവിതം കാൽക്കലർപ്പിച്ചു താൻ. കുമ്പിട്ട തന്നെ പിടിച്ചെണീപ്പിക്കുവാനന്തിയലെണ്ടൊരക്കൈ ഇന്നു നീണ്ടില്ല. ഹൃത്തിലിരിക്കും വിരക്തി വിടർത്തുന്ന പത്തി കണക്കെഴും പാണിതൽപ്പത്തിനാൽ തന്നെ അനുഗ്രഹിച്ചിന്നതിശാന്തനായി നിന്നതേയുള്ളൂ പ്രസന്നവദനായി. കൂരമ്പുകൊണ്ട മരാളി തന്നേർക്കാർന്ന കൂറെങ്കിലും തന്റെ നേർക്കു തോന്നേണ്ടയോ. പാരിന്റെ കണ്ണീർ തുടയ്ക്കുവാൻ വെമ്പുമപ്പാണി ഇക്കണ്ണുകൾ കാണാഞ്ഞതെങ്ങനെ. ശാന്തി എന്നിങ്ങനെ 2 അക്ഷരം മാത്രം ആന്തിടുമുള്ളാർന്ന തന്നോടുരക്കയോ. 8 ചൈത്രം കാത്തുദാഹിച്ച ജീവനു കിട്ടുന്നതീ 2 തേൻതുള്ളി മാത്രമോ. എന്തപരാധത്തിനന്നത്തെ രാത്രിയിൽ അന്തഃപുരത്തിൽ മയങ്ങുന്നൊരെന്നെയും സ്വന്തം പ്രതിച്ഛായ പോലാകയാൽ തെളിഞ്ഞന്തരംഗം കുളിർക്കേണ്ട മകനെയും ആരുമറിയാതെ ഏതുമുരയ്ക്കാതെ ഭീരുവെപ്പോലിട്ടെറിഞ്ഞു കടന്നുപോയി. ആ വികാരോൽക്കടമൂർച്ഛയിലാണ്ടേഴും ദേവി തൻ മങ്ങിയുണങ്ങിയ കൺകളിൽ സ്നിഗ്ധപ്രകാശാർദ്രഭാവം വരുമാറ് മുഗ്ധമൊരു മുഖം പ്രത്യക്ഷമായുടൻ. കെട്ടിപ്പിടിച്ചു പാഞ്ഞെത്തിയ രാഹുലൻ പട്ടിളം കയ്യാൽ കിതച്ചുകൊണ്ടമ്മയെ. അമ്മ നിൽക്കുന്നതെന്തിങ്ങനെ അച്ഛനുണ്ടമ്മണിമുറ്റത്തടുത്തു മുത്തച്ഛനും. തന്റെ മധുരാർദ്രമാം സ്വരം നന്ദനനിൽ കൂടി ലോലമായി കേൾക്കവേ വീണ്ടും ഉണരുന്ന വേദന പുഞ്ചിരി കൊണ്ടു മൂടിക്കൊണ്ടുരച്ചു മനസ്വിനി. 3 കൊടുത്താലും ലഭിക്കാത്ത 3 രത്നങ്ങളുണ്ടച്ഛന്റെ കൈകളിൽ. പൈതലേ ചെന്നു കൈകൂപ്പി നീ വാങ്ങുക പൈതൃകം. കയ്യിലൊരുമ്മ വയ്ക്കട്ടെ ഞാൻ. പൈതലേ